ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം അതിന് നമുക്ക് 1 തൊട്ട് 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ നമുക്കറിയണം. അത് സാധാരണ അറിയും, എന്നാലും പറയുന്നത് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്, 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്, 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്, 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്, 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്, 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. ഇതിൽ നമുക്ക് ഈ ലാസ്റ്റ് സംഖ്യ, അതായത് 1, 4, 9, 6, 5, 6, 9, 4, 1, 0, ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 0, 1, 4, 5, 6, 9 ഈ സംഖ്യകളാണ് ഈ അവസാനം വരുന്നത്. അപ്പോൾ ഈ അവസാനം ഈ സംഖ്യകൾ വരുന്ന സംഖ്യകൾ മാത്രമേ റൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാറുള്ളൂ. നമുക്ക് ഉദാഹരണത്തിന് 12ൻ്റെ സ്ക്വയർ നോക്കാം. 12ൻ്റെ സ്ക്വയർ 144 ആണ്, അതായത് അവസാനം 4 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 4 ആണ്. അപ്പോൾ 4 വന്നതുകൊണ്ട് അത് റൂട്ട് കറക്റ്റായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യകൾ വരുന്നത് മാത്രമേ നമുക്ക് റൂട്ടായിട്ടുള്ള സംഖ്യകൾ വരുള്ളൂ. 1 തൊട്ട് 10 വരെയുള്ളതിൽ ബാക്കി സംഖ്യകളായ 2, 3, 7, 8 എന്നിവ ഒന്നും സ്ക്വയർ റൂട്ടിൽ ഒരിക്കലും വരികയില്ല. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും വരികയില്ല, ഇത് മാത്രമേ വരികയുള്ളൂ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കുന്നത് 2116ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യ നമുക്ക് നോക്കണം പറഞ്ഞത്. അവസാനത്തെ സംഖ്യ 6 ആണ്, അതായത് ഈ 6 വരുന്ന സ്ക്വയർ റൂട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ 36 വരും, അടുത്തത് 4ൻ്റെ സ്ക്വയർ 16, ഈ 2 സംഖ്യകൾ വരികയാണ്. ആയതുകൊണ്ട് നമുക്കിവിടെ 4 എന്നും 6 എന്നും എടുക്കാം. ഓക്കെ, 2 വാല്യൂ ഉള്ളതുകൊണ്ട് 2 എണ്ണം എടുത്തു. അടുത്തത് ഈ ഇടതുവശത്ത് നിന്ന് 2 സംഖ്യകൾ വരുന്നത്, അത് 21, ഈ 2 സംഖ്യകൾ എടുക്കുകയുള്ളൂ. ഈ 21ന് താഴെ വരുന്ന സ്ക്വയർ സംഖ്യ ഏതാന്ന് നോക്കാം. 21ന് താഴെ ഏതാ വരിക? 3ൻ്റെ സ്ക്വയർ 9 അല്ല, 4ൻ്റെ സ്ക്വയർ 16, അടുത്തത് 5ൻ്റെ സ്ക്വയർ 25. 25 പറയുമ്പോൾ കടന്നുപോയി, അതുകൊണ്ട് 4ൻ്റെ സ്ക്വയർ 16 എടുത്തു. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4, 4. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മൾ ഇപ്പോൾ എടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 4ൻ്റെ സ്ക്വയർ എടുത്തതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 4ൻ്റെ അടുത്ത 5. അപ്പോൾ 4ൻ്റെ കൂടെ അടുത്തൊരു എണ്ണൽ സംഖ്യ, തൊട്ടടുത്ത എണ്ണൽ സംഖ്യ കൂടി ഗുണിക്കുക. 4 × 5 20 കിട്ടി. ഈ കിട്ടിയ തുക ഈ തുകയേക്കാൾ വലുതാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെങ്കിൽ വലുത് ആൻസർ ആയിട്ട് എടുക്കുകയും, ഈ സംഖ്യയേക്കാൾ ചെറുതാണ് നമുക്ക് തന്നിരിക്കുന്ന തുകയെങ്കിൽ ചെറുത് നമുക്ക് ആൻസർ എടുക്കണം. അതായത് ഇപ്പോൾ 20 നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിനേക്കാൾ വലുതാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ, ആയതുകൊണ്ട് നമ്മൾ വലുത് ആൻസർ ആയിട്ട് എടുക്കണം. ഓക്കെ, 46. 529ൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് നോക്കാം. 529, ഇതിൽ 3 സംഖ്യയാണ്. 4 സംഖ്യ ആക്കുന്നതിന് വേണ്ടി 2-ൽ 0 കൊടുക്കുന്നുണ്ട്. 3 സംഖ്യയാണെങ്കിൽ നമുക്കൊരു 4 സംഖ്യ ആക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അവസാനത്തെ സംഖ്യ 9 ആണ്. ഈ 9 അവസാനം വരുന്ന സ്ക്വയർ സംഖ്യകൾ നോക്കുമ്പോൾ ഇതിൽ 3 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ 3, 7 എടുക്കാം. അടുത്തതായിട്ട് ആദ്യത്തെ 2 സംഖ്യ 0, അതായത് നമുക്ക് 5 ആയിട്ട് എടുക്കാം. 5ന് താഴെ സ്ക്വയർ വരുന്ന ഇതിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ 4 ആണ്, അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 എഴുതി. ഈ 2 സംഖ്യയിൽ ഏതാണ് നമ്മുടെ ആൻസർ നോക്കുന്നതിന് വേണ്ടി അടുത്ത് നോക്കണം. അടുത്തത് നോക്കേണ്ടത് നമുക്കിപ്പോൾ എടുത്ത സംഖ്യ 2 ആണ്. 2ൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഏതാണെന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ കൂടി ഗുണിക്കുക. അപ്പോൾ 2 × 3 6. ഈ കിട്ടിയ ആൻസറിനേക്കാൾ ചെറുതാണ് സംഖ്യയെങ്കിൽ ചെറുത് എടുക്കുക. കിട്ടിയ ആൻസറിനേക്കാൾ വലുതാണ് തന്നിരിക്കുന്നതെങ്കിൽ വലുതെടുക്കുക. ഇതിൽ കിട്ടിയ ആൻസറിനേക്കാൾ ചെറുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 6 ആണ്, ഇത് 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 23. എങ്കിൽ √1296 ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട്
കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.